നമ്മളൊക്കെയാണ് അടുത്തൊരു വ്ളോഗായിട്ട്. സോ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഫോണിന്റെ കഴിഞ്ഞ വീഡിയോ ആയിട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കിടിലം വ്ളോഗ് എന്റെന്ന്. സോ ആ വ്ളോഗ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. സോ നമ്മുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ് നമ്മൾ പോകാൻ പോണേ. യെസ്, അപ്പൊ ഞാൻ ബാഗ് പാക്ക് ചെയ്യലും പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോണത് നമ്മള് മലേഷ്യയിലേക്കാണ്. യെസ്, മലേഷ്യയിൽ പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടോ ജിപി റേസില് അത് കാണാനാണ്. മോട്ടോ ജിപി റേസ് കാണണം, അതാണ് മെയിൻ. ടിക്കറ്റ് കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഏരിയായി. ഇത് നമുക്ക് ഇവിടുന്ന് എയർപോർട്ടിൽ പോകണം, ചെക്കിങ് പരിപാടി കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലാണ്. എങ്ങനെയുണ്ടാകുന്ന രീതിയിലുള്ള ഞാൻ എന്താ പറയണത് എനിക്കറിയാൻ പാടില്ല സത്യം പറഞ്ഞാൽ. കാരണം ഭയങ്കര എക്സൈറ്റഡ് ആ ഈ ട്രിപ്പിന്റെ സംഭവത്തില്. ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് പുറത്ത് നമ്മൾ പോകാൻ പോണത്. സോ എങ്ങനെ ഉണ്ടാകുന്ന അറിയില്ലേ. കുറച്ചൊക്കെ ഞാൻ ഷോർട്ട് കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ വ്ളോഗ് ഞാൻ അതുപോലെ വർത്താനം പറയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും റെക്കോർഡിങ് കാര്യങ്ങളുണ്ടാവും. നമുക്ക് നോക്കാം സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്, എങ്ങനെയാണ് എക്സ്പീരിയൻസ് നോക്കിയൊക്കെ. സോ ഗൈസ്, എന്തോ ഭാഗ്യത്തിന് ഫ്ലൈറ്റ് മിസ്സായില്ല എന്ന് പറഞ്ഞാൽ മതി. അത്രയും ടൈറ്റ് ടൈമിലാണ് നമ്മളിവിടെ എത്തിയത്. പക്ഷെ ഞങ്ങളിവിടെ എത്തി. ഇപ്പോൾ നമ്മുടെ ഗേറ്റൊക്കെ ജസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ. നമ്മളിപ്പോൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് നിൽക്കണേ. നമ്മുടെ ഗേറ്റ് വരുന്നത് അവിടെ ഒരു ഗേറ്റ് 4 ആണ് തോന്നുന്നു. അപ്പം ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ അവിടെ തുടങ്ങിയിട്ടുള്ളൂ. അവിടെയാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ ഭയങ്കര ലേറ്റ് ആയിട്ടാണ്. അതൊക്കെ പിന്നെ പറയാം. അതുകൊണ്ട് ഞാൻ വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തില്ല അതിൻ്റെ ഇടയിൽ. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ എയർപോർട്ട് വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറണേ. നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണലിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണല്ലോ. ഞങ്ങളത് ഇവിടെയൊക്കെ ചുമ്മാ കറങ്ങി അതുകൊണ്ട് നമ്മുടെ ടൈമായി. ഇപ്പം നമ്മളിപ്പോൾ ഗേറ്റിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഈ വീഡിയോ ഞാൻ മൊത്തം എടുക്കണം നമ്മുടെ ഫോണിൽ തന്നെയാണ്. സോ നിങ്ങൾക്ക് ആ ഫോണിൻ്റെ ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. യെസ്, അതായത് ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇത്രയും നാൾ വെറുതെ പൊടി നട്ടി ഈ വീട്ടിലിരിക്കുകയായിരുന്നു പെട്ടിയുള്ളിൽ. അപ്പം ഇപ്പം നമ്മൾ നടന്ന് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. ഇപ്പം നൈറ്റാണ്. ഇപ്പം സമയം എനിക്ക് ഒരു 10:30 എന്തോ ആയിട്ടുണ്ടാവും. ടൈമൊന്നും എനിക്ക് ഓർമ്മയില്ല. കറക്റ്റ് ടൈമിംഗ് ഒക്കെയാണ്. അങ്ങനെ നമ്മൾ 4 മണിക്കൂർ വെറും ബോറടിച്ച യാത്ര കഴിഞ്ഞ് നമ്മൾ മലേഷ്യയിൽ ലാൻഡ് ചെയ്യാൻ പോവാണ്. കുറെ നേരമായിട്ട് ഇതിൽ കൂടെ തന്നെ പോയിട്ടിരിക്കുക. പക്ഷെ ഇതുവരെ ലാൻഡ് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് ഷോർട്സ് ഒക്കെ എടുക്കാന്ന്. അങ്ങനെ ഫൈനലി ലെറ്റ്സ് ഗോ. നമ്മൾ മലേഷ്യയിൽ ലാൻഡ് ചെയ്തേ. ക്ലിയർ അല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒട്ടും വിളിച്ചില്ലേ അവിടെയൊക്കെ. ഞങ്ങളുടെ വിൻഡോ സീറ്റ് ശരിക്കും ഫ്രീ ആയിരുന്നല്ലേ. എനിക്ക് അവിടെ ഇരിക്കായിരുന്നു. പക്ഷെ എൻ്റെ അപ്പുറത്തൊരു സായിപ്പായിരുന്നു. പുള്ളി അവിടെ കയറിയിരുന്നു. ഞാൻ പിന്നെ ചോദിക്കാനും പോയില്ല. നമ്മള് ആണെന്ത് വിചാരിച്ച് അവിടെ ഇരുന്നേ. അങ്ങനെ എല്ലാവരും ഇറങ്ങാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ്. പെട്ടിയെടുക്കലും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വെറുതെ ഇരുന്നു. ഈ പുള്ളിയാണ് എൻ്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നത്. എനിക്കിങ്ങനെ വീഡിയോ എടുക്കണം എന്നുണ്ട്. പക്ഷെ ബാക്കി ആൾക്കാർ എന്ത് വിചാരിക്കുന്നുള്ളതുകൊണ്ടേ അറിയാലോ. സോ അങ്ങനെ ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇതാ നമ്മൾ മലേഷ്യയിലോട്ട് കാര്യം വെച്ചു. യെസ്, ലെറ്റ്സ് ഗോ. അനിയാന്നിൽ ഇപ്പോഴും ടൈം 4 മണിയായിട്ടുള്ളൂ ഇവിടെ. അതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും കാണാനില്ല, ഫുള്ള് ഇരുട്ടാ. നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ ഒറ്റയ്ക്കല്ലാട്ടോ. നമ്മുടെ കൂടെ ഇതിനു മുന്നേ നമ്മൾ ബൈക്ക് റൈഡിലൊക്കെ ഉണ്ടായിരുന്ന നിക്സൺ ബ്രോയും വേറെ അലൻ ബ്രോ എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. ഇതാണ് നിക്സൺ ബ്രോ. ഈ ബ്രോനെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഈ ഒരു എയർപോർട്ട് ഭയങ്കര വലിയ എയർപോർട്ടാട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് കാണണമെങ്കിൽ അറിയാം. ഭയങ്കര വലുതാടേ. കുറെ ദൂരം നടക്കണ്ട ഇതിൻ്റെ ഉള്ളിൽ. ഇത് കണ്ട നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്തുകൊണ്ടാണ് വലുത് എന്ന് പറഞ്ഞത്. ഇത് കോലാലംപൂർ എയർപോർട്ടാണ്. നിങ്ങൾക്ക് ദൂരേക്ക് പോലും കാണാനില്ലല്ലോ, അത്രയധികം ദൂരം ഉണ്ട് ഇവിടെ. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് നിന്ന് പോകാൻ പറ്റുന്ന സംഭവങ്ങളോട് കുഴപ്പമില്ല. സോ അടുത്ത ഞങ്ങളുടെ 2 മണിക്കൂർ ഞങ്ങൾ നിൽക്കാൻ പോണത് ആ കാണുന്ന വരിയിലാണ്. അത് കഴിഞ്ഞിട്ട് കാണാം, കാരണം കുറച്ചധികം വലിയ വരിയത്. സോ അങ്ങനെ നമ്മുടെ 2 മണിക്കൂർ എന്തോ ഇമിഗ്രേഷൻ്റെ അവിടെ പോയി. അത്രയും സ്ലോ ആയിട്ടുള്ള ഇമിഗ്രേഷൻ ആയിരുന്നു. കൊച്ചിയിൽ ഇതിലും ഫാസ്റ്റ് ആയിരുന്നു. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഞാൻ പറയാം. നമ്മൾ എന്തിനാ വന്നേ, എവിടെയാണ് താമസിക്കണേ എന്നൊക്കെ ചോദിച്ചുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് അറിയാത്തവർക്കൊക്കെ. നമ്മളിപ്പോൾ പെട്ടിയെടുക്കാൻ വന്നേക്കുക. ഇനിയാണല്ലോ ഇതിലൊരു ട്വിസ്റ്റ് വരാൻ പോണേ, ഞാൻ പറയാം. അങ്ങനെ പെട്ടി കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് അങ്ങനെ ഇറങ്ങാൻ പോവാണ് നമ്മുടെ എയർപോർട്ടിൽ നിന്ന്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആട്ടോ. അതായത് നമ്മൾ പുറത്തെങ്ങനെയാന്ന് കണ്ടിട്ടില്ലല്ലോ. പിന്നെ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അതായത് നമുക്ക് സിമ്മ് മാറ്റണം. കാരണം നമ്മുടെ സിമ്മൊന്നും വർക്കാവില്ലല്ലോ, ഇന്ത്യൻ സിമ്മൊന്നും വർക്കാവില്ല. അതൊക്കെ ഭയങ്കര ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വേറെ കൺട്രീസിൽ പോകുമ്പോൾ കണ്ട വെൽക്കം ടു മലേഷ്യ എന്നൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ കൺട്രിയിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ സിം വർക്കാവില്ല, അങ്ങനെ കുറെ പരിപാടിയില്ലേ, അതൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് സിം എടുക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. സോ സിമ്മൊക്കെ അവിടെ നിൽക്കട്ടെ. അതിന് മുന്നേ നമുക്കൊരു കോഫി കുടിക്കാന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഭയങ്കര ടയേർഡായിട്ടാണ് വന്നേക്കണേ.
സോ നമ്മളിത് ഇവിടെ ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പക്ഷേ ഈ ഇവിടുത്തെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇത് എയർപോർട്ടാന്നേ ഫീൽ ചെയ്യില്ല, ഒരു മാളിൻ്റെ ഉള്ളിലുള്ള പോലത്തെ ഒരു ഫീലാണ്. സോ നമ്മളൊരു കോഫി കുടിക്കാന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ സമയം 7 മണിയായി, പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ 2 മണിക്കൂർ കുറവായിരിക്കും. സോ അങ്ങനെ നമ്മുടെ കോഫി വന്നിട്ടുണ്ട്. നോർമൽ കോഫി അല്ലാട്ടോ, കോൾഡ് കോഫി. അതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം എവിടെ പോയാലും കുടിക്കാൻ, രാവിലെ തന്നെ കോൾഡ് കോഫി. സോ ഇവരാണ് കേട്ടോ നമ്മുടെ കൂടെ വന്ന്. ആൻഡ് അപ്പുറത്തിരിക്കണ ബ്രോ ആണ് അലം ബ്രോ. ഹായ് കാണിക്കും. ഹായ് ഗൈസ്. എനിക്ക് ഇതിലെടുക്കാൻ എന്ത് സുഖം, ക്യാമറയുടെ ഒരു ഭാരമില്ല, നന്നായിട്ട് കിട്ടുകയും ചെയ്യും. സോ അങ്ങനെ നമ്മളിത് നേരെ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മളിപ്പോൾ സിം എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഇത് എയർപോർട്ടിൻ്റെ ഉള്ളാന്ന് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തില്ല. അത് ഞാൻ അങ്ങനത്തെ ഒരു എയർപോർട്ട് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നുണ്ടാവും. പക്ഷേ ഭയങ്കര അടിപൊളിയാണ്. ജസ്റ്റ് ഒരു മാള് അതുപോലത്തെ ഒരു ഫീലുള്ളൂ. ആൻഡ് നമ്മുടെ ലെഫ്റ്റിലാണ് ഈ റെഡ് കളർ ഒരു സംഭവം കണ്ടില്ല, എന്തൊരു ഇത്, അവിടെയാണ് നമ്മുടെ സിമ്മ് പരിപാടിയൊക്കെ എടുക്കുന്ന സ്ഥലം. സോ എത്രയും പെട്ടെന്ന് സിം എടുത്താലാണ് നമുക്ക് നെറ്റും ബാക്കി എല്ലാ പരിപാടിയും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ സിം പരിപാടിയൊക്കെ എടുത്തത് നമ്മുടെ എക്സിറ്റിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ഈ കൺട്രി എന്ന് ശരിക്കും കാണാൻ പറ്റണം. കാരണം നമ്മളിരുന്നത് വിൻഡോ സീറ്റിൽ പോലും അല്ലാത്തതുകൊണ്ടേ നമ്മൾ ശരിക്കും ഒന്നും കണ്ടിട്ടില്ല. ഈ സ്ഥലത്ത് ലാൻഡ് ചെയ്ത സ്ഥലം ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഫ്ലൈറ്റിലിരുന്നിട്ട്. നമ്മൾ എക്സിറ്റിലെത്തി. സോ നമുക്ക് ഈ സ്ഥലം കാണാൻ്റെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് സംഭവം പരിപാടിയൊക്കെ ഉണ്ട്. കാരണം ഫസ്റ്റ് നമ്മളൊരു വേറെ കൺട്രി വിസിറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അത് മേ ബി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ അത് ഭയങ്കര രസമാണ്. എല്ലാം ഡിഫറെൻ്റ് അല്ലേ, ഇന്ത്യനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഡിഫറെൻ്റാണ് കുറേ കാര്യങ്ങളൊക്കെ. അത് ഭയങ്കര ഒരു നൈസായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബ് വിളിക്കാനാണ്. നമ്മുടെ നാട്ടിലെ ഊബർ പോലെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാബ് എന്ന് പറഞ്ഞൊരു സംഭവം, അതാണ് നമ്മൾ ഇനി യൂസ് ചെയ്യേണ്ടത്. ഇതാണ് ഞങ്ങൾ വന്ന് ഇറങ്ങിയ ഇവിടുത്തെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, ഒരു വൈബ് എല്ലാം. ലൈക്ക് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടേ. നമ്മുടെ നാട്ടിൽ കാണാനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെതറും എല്ലാം കൂടി വന്നപ്പോൾ അടിപൊളിയാണ്. അവിടുത്തെ ബസ്സുകളൊക്കെ കണ്ടില്ലേ, ഈ ബസ്സൊക്കെ കണ്ടോ, ഡബിൾ ഡക്കർ. ആൻഡ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ എന്താ തട്ടാറായിട്ട് നിൽക്കണത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അധികം കാണാൻ പറ്റാത്തൊരു സംഭവമുള്ളത്. സോ ഇതാണ് നമ്മുടെ എയർപോർട്ടിൻ്റെ ഫ്രണ്ട് ഏരിയ. കുറച്ച് അങ്ങോട്ട് ഫുള്ളൊരു വലിയ ഗ്രൗണ്ട് പോലെ കിടക്കുക, ഗ്രാസ് ലാൻഡ്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗുകളിലും അല്ലെങ്കിൽ വീഡിയോകളിലും മാത്രമാണ് ഇങ്ങനത്തെ വേറെ കൺട്രീസ് കണ്ടേക്കണത്. സോ അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണ ഒരു വൈബ് ഉണ്ടല്ലോ, നമ്മുടെ ഭയങ്കര എന്താ പറയുക, ഫോട്ടോ എടുക്കണാനായാലും അല്ലെ അങ്ങനത്തെ ഒരു സ്ഥലം എന്നൊക്കെ അറിയില്ല, എന്താ എനിക്കറിയില്ല അതിനെ പറയാം. പക്ഷേ ആ ഒരു വൈബ് മൊത്തത്തിൽ. സോ നമ്മളിപ്പോൾ എന്തായാലും ക്യാബ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ എവിടെയാണ് ക്യാബ് വരിക എന്ന് തോന്നുന്നു. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിൽ ഊബർ ശരിക്കും ഇവിടത്തേക്കാളും ബെറ്ററാണ്. കാരണം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വിത്തിൻ ടൈമിലൊക്കെ ആയിരിക്കും നമുക്ക് ഊബർ കിട്ടുക. പക്ഷേ ഇവിടെ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം, കുറേ വണ്ടികൾ ക്യാൻസലാവും, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ വരണ വണ്ടിയാണെങ്കിൽ നമ്മൾ നിൽക്കണ ലൊക്കേഷനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത എവിടെയെങ്കിലും വരും. പിന്നെ നമ്മൾ ലൊക്കേഷൻ കണ്ടുപിടിക്കണം വണ്ടിയുടെ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് നമ്മുടെ ബാഗും പെട്ടിയൊക്കെ നമ്മുടെ വണ്ടിയിൽ കയറ്റി വെച്ച് സെറ്റാക്കി. ആൻഡ് ഈ വണ്ടിയിൽ കയറി കഴിയുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇവിടെ ടാക്സി പോട്ടെ ഏത് വണ്ടി എടുത്താലും ഇവർ 100% ടിൻ്റ് ഒട്ടിച്ചിട്ടാണ് നടക്കുക. സോ മിക്കവാറും വീഡിയോയിലൊക്കെ മൊത്തം ഇരുട്ടായിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. പക്ഷേ എനിക്കത് ഇരുട്ടല്ല, ഇവർ അത്രയും ടിൻ്റ് അടിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ MVD സീനോ പരിപാടിയൊന്നും ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു. ആൻഡ് നോർമൽ റോഡിൽ പോണ വണ്ടിയൊക്കെ എക്സോസ്റ്റും മോഡിഫൈഡ് ഒക്കെയാണ്. പക്ഷേ ടാക്സിയൊക്കെ ആണെങ്കിൽ മിനിമം അവർ എന്തെങ്കിലും മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ടാവും, ടിൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും ഇരുട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതാണ്. സോ അങ്ങനെ നമ്മുടെ ഈ ഒരു സിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ആൻഡ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു കുളിർമയുണ്ടല്ലോ, വേണ്ട ഈ ഒരു വ്യൂ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന കുളിർമയുണ്ടല്ലോ. നമ്മൾ വീഡിയോസിൽ യൂട്യൂബിൽ മാത്രം കണ്ടാക്കുന്ന സാധനം നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു രസമുണ്ടല്ലോ, കൂടുതൽ കാണാനുള്ള ഒരു സംഭവം അതെനിക്ക് കിട്ടി. സോ നമ്മളെല്ലാവരും അതിലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതായത് ഇത് അങ്ങോട്ട് നോക്കുക ഇങ്ങോട്ട് നോക്കുക മറ്റേ കാണുക ഇങ്ങനെ കാണുന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുക കാറിൽ. പുറത്തിറങ്ങിയപ്പോൾ ഒരു രസമുണ്ടല്ലേ, അതെ അതെ. ആ ദൂരെ കാണുന്നതാണ് നമ്മൾ വന്നിറങ്ങിയ കോലാലംപൂർ എയർപോർട്ട്. സത്യം പറയാലോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെ റോഡൊന്നും
ഒരു ന്യൂയോർക്ക് റോഡായിട്ടും മറ്റേ സ്പേസ് ടെക്നോളജി ആയിട്ടൊന്നും തോന്നില്ല. കാരണം അത്രയും കിടിലൻ റോഡ്. അത് പറഞ്ഞില്ലേ മോശമായി പോകും, പക്ഷെ ഭയങ്കര കിടിലൻ റോഡ്. ഇവിടെ വണ്ടികളുണ്ടെങ്കിൽ അതിനുള്ള റോഡുണ്ട്. ആൻഡ് 5-6 ലൈനൊക്കെയാണ് ഇവർ ഒരു ദിക്കിൽ കൊടുത്തേക്കണേ. ഈവൻ പെട്രോൾ പമ്പ് ആയാലും ട്രക്കുകാർക്ക് പോകാനായാലും എല്ലാത്തിനും സെപ്പറേറ്റ് ലൈൻ, എല്ലാത്തിനും വേറെ വേറെ. ലൈക്ക് നമ്മൾ വേറൊരു കൺട്രിയിൽ പോയി ആദ്യം എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവമുള്ള റോഡ് അതന്നെ ഒരു രക്ഷയിൽ. ഇവിടെ വണ്ടികളൊക്കെ ലൈൻ കീപ്പ് ചെയ്ത് പോകണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞത് ഞാൻ നമിച്ചു പോവും. വേറെ ലെവൽ. അതായത് ഇവിടെ റോഡിലും ആൾക്കാരുണ്ട്, സ്പീഡിൽ പോണ ആൾക്കാരുണ്ട്, പതുക്കെ പോണ ആൾക്കാരുണ്ട്. പക്ഷെ ഇവനൊരു യൂ ടേൺ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, റൈറ്റ് സൈഡിലൊരു യൂ ടേൺ ആണെങ്കിൽ അതിന് വേണ്ടി വരെ ഇവർ ഒരു 5-6 കിലോമീറ്റർ വരി നിൽക്കും. നമ്മുടെ എറണാകുളത്ത് യൂ ടേൺ എടുക്കണ സ്ഥലവും റൈറ്റ് തിരിയണ സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? 4 വരി ഉണ്ടെങ്കിൽ ആ 4 വരിയിൽ 4 വണ്ടികൾ നിർത്തിയിട്ടുണ്ടാവും. പിന്നെ നേരെ പോണ ആൾക്കാർ വല്ല ആകാശം നോക്കി നിൽക്കണം. അതൊന്നല്ല ഇവിടെ. പിന്നെ ഇവിടുത്തെ ടോളായാലും ഇവിടെ ടോൾ കൊടുക്കണതിന് ഒരു മടിയും വിചാരിക്കണ്ട. കാര്യം എന്താ, ഇത്ര നല്ല റോഡല്ലേ, എയർപോർട്ട് മറ്റേ ഫ്ലൈറ്റിന് ഇറക്കാൻ പറ്റണ പോലത്തെ റോഡ് ഉണ്ടാക്കി വെച്ചാണ്. പിന്നെ ഇതിൽ ടോള് കൊടുത്തപ്പോൾ എന്താ പ്രശ്നം? ഒരു നഷ്ടമില്ല. സീൻസ് ആരും തന്നെ. ഈവൻ റോഡിൻ്റെ സൈഡുകളായാലും അവർ സെറ്റാക്കി വെച്ചാണ്. ഒരു വൈബ് കണ്ട, ചെടിയൊക്കെ നട്ടിട്ട് ഒന്നും രക്ഷയില്ല. ഇത് ഇന്ത്യയിൽ കാണാൻ പറ്റില്ല നമുക്ക് ഈ സ്ഥലം ഇങ്ങനത്തെ ഒരു എണ്ണം. എൻ്റെ ഇവിടെ എന്ത് ക്ലീനാന്ന് നോക്കട്ടെ ഈ സ്ഥലം. നമ്മുടെ ടോളിൻ്റെ സൈഡിലൊക്കെ ഉള്ള ബാത്റൂം ആയാലും അത് സെറ്റ് ചെയ്ത് വെച്ചാണെന്തായാലും മൊത്തം പ്ലേസേ ഭയങ്കര ക്ലീൻ. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയില്ലേ, വേറെ ലെവൽ. പിന്നെ ഇവിടെയാണെങ്കിൽ തന്നെ ട്രക്കുകളൊക്കെ ഉണ്ടല്ലോ, ഉറങ്ങാൻ വേണ്ടി, ആൾക്കാർക്ക് ഉറങ്ങാൻ വേണ്ടി റോഡ് സൈഡിൽ സ്ഥലം വേറെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ട ആൾക്കാർക്ക് ട്രക്കൊക്കെ ഇട്ടാണ്. അല്ലാണ്ട് വെറുതെ നമ്മുടെ റോഡിൻ്റെ സൈഡിൽ അങ്ങ് നിർത്തിയിട്ടിട്ട് കിടന്ന് ഉറങ്ങണ പരിപാടിയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ലൈക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഒരു രക്ഷയില്ലെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെയാണ് അഭിപ്രായം ശരിക്കും അവിടെ പോയപ്പോൾ. ഇനി എന്തായാലും കാണാൻ ബാക്കി. അങ്ങനെ നമ്മൾ താമസിക്കണ റൂമിൻ്റെ അവിടെ എത്തി. പക്ഷേ ഇവിടെയാണ് ഒരു ചെറിയ ട്വിസ്റ്റ്. സംഭവം നമ്മുടെ ടൈം ഇതുവരെ ആയിട്ടില്ല. 2 മണിക്കാണ് ഞങ്ങൾക്ക് ഇതിൽ റൂമിൽ കയറാൻ പറ്റുള്ളൂ, ചെക്ക് ഇൻ ടൈം. പക്ഷെ നമ്മൾ ഭയങ്കര നേരത്തെ അല്ലേ, രാവിലെയല്ലേ എത്തിയേക്കണേ. അങ്ങനെ ചെറിയൊരു പണി ഇവിടെ കിട്ടിയതിന് സോ നമ്മൾ ബാഗും പരിപാടിയൊക്കെ ഇറക്കി ആ വണ്ടിക്കാരൻ പോവാണ്. പക്ഷേ നമ്മൾ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലത്തെ ചെക്കിങ് ചെയ്യലാണ്. പക്ഷേ അങ്ങനെയല്ല. നോർമലി നമ്മുടെ നാട്ടിലിങ്ങനെ ഹോട്ടലിൽ പോകുന്നു, ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുമോ ചോദിക്കുന്നു, നേരത്തെ വന്നു എന്നാൽ എക്സ്ട്രാ കുറച്ച് പൈസ കൊടുത്ത് കയറുന്നു, അങ്ങനെയൊന്നും ഇല്ല അവിടെ. അപ്പം നമ്മളെന്തായാലും ലിഫ്റ്റ് കയറിയിട്ട് മുകളിലോട്ട് പോവുക, എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി. പക്ഷേ ഇവിടെ അങ്ങനെയല്ലേ വർക്കാവണേ. അതായത് ഈ ബിൽഡിങ്ങിൽ ഞങ്ങളുടെ റൂമുള്ള ദിക്കിൽ പോകണമെങ്കിൽ വരെ ഞങ്ങളുടെ റൂമിൻ്റെ കീ കാർഡ് വേണം. കീ കാർഡ് നമ്മൾ ഗെയിമിലൊക്കെ പറയില്ല, ആ സാധനം. അതായത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ സാധാ കീ, നമ്മുടെ നോർമൽ കീ പോലത്തെ പരിപാടി നമുക്ക് വേണം. നമ്മുടെ റൂമിൻ്റെ മുമ്പിലെത്തണം മിനിമം. പോട്ടെ, ലിഫ്റ്റ് തുറക്കണമെങ്കിൽ വരെ അത് വേണം. കാരണം ഈ ഒരു ബിൽഡിങ്ങിൽ സ്റ്റെപ്പ് പരിപാടി ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ റൂമിലോട്ട് എത്താൻ ആകെ കീ കാർഡ് മാത്രമേ വഴിയുള്ളൂ. അയ്യോ, അത് വലിയ പള്ളിയായിരുന്നു, ഞങ്ങൾക്കത് അറിയണ്ടായില്ല. അപ്പം നമുക്ക് എന്താണ്, നമ്മളിനി 2 മണി വരെ വെറുതെ ഇരിക്കണേ, ഉച്ചയ്ക്ക് 2 മണി വരെ. അതാണ് ഞാൻ പറഞ്ഞ വളരെ വലിയൊരു ട്വിസ്റ്റായി പോയത്. ഞങ്ങൾക്കത് അറിയണ്ടായില്ല. ഇതാണ് ആ ബിൽഡിങ്ങിലെ ഏതൊരു ഫ്ലോറ്. ഇതൊക്കെ കാർ കിട്ടുന്ന സ്ഥലമാണ്. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല, ഇവിടെ നടക്കാൻ തന്നെയുള്ളൂ. മറ്റേ നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് പോവാം, അല്ലെങ്കിൽ ഉള്ളിൽ ഇവിടെ നിൽക്കാം. അല്ലാണ്ട് നമുക്ക് റൂമിൻ്റെ അടുത്തോട്ടൊന്നും നമുക്ക് പോകാൻ പോലും പറ്റില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കറങ്ങിയിട്ട് തല കറങ്ങി. കാരണം എവിടേക്കാണ് പോണേ, എന്താ പോണേ ഒന്നും മനസ്സിലാവുണ്ടായില്ല. അതായത് ഈവൻ നമ്മുടെ റൂമിൻ്റെ അവിടേക്ക് പോകാനുള്ള ഒരു സ്റ്റെപ്പോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് എവിടെയും വെയിറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ആവട്ടെ എന്ന് കണ്ട് നമുക്ക് മനസ്സിലായി പണി പാളി. എന്തായാലും 2 മണിക്ക് തന്നെ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ ഓണർ ഉണ്ടല്ലോ, റൂമിൻ്റെ ഓണർ, എയർബിഎൻബിയിലാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ ആൾക്ക് മെസ്സേജ് അയച്ചിട്ടും പുള്ളി ഒരു റെസ്പോണ്ട് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി എന്തായാലും ഇത് നടപടിയാവണ പരിപാടിയല്ലാന്ന്. അങ്ങനെ ഞങ്ങൾ പുറത്ത് അവിടെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകുന്നു. അങ്ങനെ ഇനി എന്ത് ചെയ്യും മല്ലയ്യാന്ന് കൊണ്ട് നമ്മളിവിടെ പുറത്തിരിക്കുകയാണ്. കാരണം 2 മണി വരെ ഇവിടെ മുറ്റത്ത് വെയിലത്തിരിക്കാൻ പറ്റില്ലല്ലോ. ആദ്യം നമ്മൾ വിചാരിച്ചു ഇപ്പം ശരിക്കും മോട്ടോ ജിപിയുടെ പ്രാക്ടീസ് പരിപാടി നടക്കണ്ടേ, അത് കാണാൻ പോയാലോ എന്ന് വിചാരിച്ചു. അത് കാണാൻ പോകുന്നുണ്ട് ഇതിൽ. സോ നമ്മൾ
എന്തായാലും ആ കോഫി ഷോപ്പിൽ തൽക്കാലം നമ്മുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ കയറി ഒരു കോഫിയും കുടിക്കാമെന്ന് തീരുമാനിച്ചു. എൻ്റെ അത്യാവശ്യം നല്ലൊരു ആംബിയൻസും വൈബൊക്കെ ഉള്ളൊരു കോഫി ഷോപ്പ് പോലത്തെ സെറ്റപ്പ്. പക്ഷേ ഇവിടെ ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ 3 ആളല്ലാണ്ട് ബാക്കി എല്ലാവരും ഇവിടെ കോഫി കുടിക്കുന്നതിന് പകരം ജോലി ചെയ്യാനാണ് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആംബിയൻസ് ഉണ്ട് ആൻഡ് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഓരോ കോപ്രായം കാണിക്കേണ്ടത് നോക്കണ്ട. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുത്തെ കൗണ്ടറിലുള്ളവരോട് പറഞ്ഞു ഞങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കട്ടേന്ന്. കാരണം ബാഗും കൊണ്ട് MotoGP കാണാൻ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ തൽക്കാലം ഞങ്ങൾ അവിടെ വെച്ചോളം പറഞ്ഞപ്പോൾ അവർ വെച്ചോളം പറഞ്ഞു. അതെന്തായാലും ഭയങ്കര വലിയ കാര്യമായി. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ പേടിക്കേണ്ടി വന്നില്ല. ഞങ്ങൾ ബാഗൊന്നും ഇല്ലാണ്ട് തന്നെയാണ് ഞങ്ങൾ MotoGPക്ക് പോയേ. അപ്പോൾ ഇവിടുന്ന് എന്തോ ഒരു സംഭവം കുടിച്ച് നമ്മൾ നൈസായിട്ട് ഇവിടുന്ന് ഇറങ്ങി. അങ്ങനെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്, ക്യാബ്. ഈ ക്യാബ് ഞാൻ പറഞ്ഞില്ലേ നല്ല ടൈം എടുത്ത് വരാൻ. നമ്മളെന്തൊക്കെയോ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോണേ. ആൻഡ് നമ്മളിപ്പോൾ പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ MotoGP കാണാനാണ്. യെസ്, ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് MotoGPയുടെ അടുത്തേക്ക്. അതായത് നമ്മുടെ എയർപോർട്ട് വന്നില്ലേ, നമ്മൾ എയർപോർട്ടിൻ്റെ ആക്ച്വലി ഫ്രണ്ടിലായിരുന്നു ഈ MotoGP നടക്കണേ. ആൻഡ് ഇതൊക്കെയാണ് ഇവിടുത്തെ ബിൽഡിങ് സ്റ്റൈലും പരിപാടിയൊക്കെ. ഭയങ്കര രസമുണ്ട്. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സിറ്റിയും അവിടുത്തെ മൊത്തത്തിലുള്ള ക്ലൈമറ്റും വൈബും എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ വെയിൽ കുറച്ച് സീനാണ്. അത് നിങ്ങൾ ഈ വീഡിയോയിൽ പിന്നീട് കാണും. ഇപ്പോൾ നമ്മൾ MotoGPയുടെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അങ്ങനെ ഇതേ നമ്മൾ നമ്മുടെ MotoGPയുടെ ട്രാക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സർക്യൂട്ടിൻ്റെ അവിടെ പെട്രോണാസ് MotoGP സർക്യൂട്ട് എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ F1 എന്നും പറയണമെങ്കിൽ അറിയില്ല ഇവിടെ F1 നടക്കാറുണ്ടെന്ന്. ആൻഡ് ഇത് സേപ്പാങ് ഇൻ്റർനാഷണൽ സർക്യൂട്ടാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് സേപ്പാങ് എന്നാണ്. ഞങ്ങൾ നിൽക്കണതും അവിടെ തന്നെയാണ്. അയ്യോ പേടിക്കേണ്ട, ഫോൺ നൈസായിട്ട് വീണ് പോയതാണ്. സോ അങ്ങനെ നമ്മൾ പെട്രോണാസ് സർക്യൂട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അറിയില്ല ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആകുമെന്ന്. നിങ്ങൾ കമൻറ്റിൽ വിദഗ്ധർ ചർച്ച ചെയ്യേണ്ടതാണ്, കുറ്റപ്പെടുത്തരുത് പ്ലീസ്. അങ്ങനെ നമ്മൾ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ളൊരു സാധനം നേരിട്ട് കാണാൻ വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. ഇന്ന് ആക്ച്വലി പ്രാക്ടീസാണ്. ഇന്ന് റിയൽ സംഭവം മെയിൻ റേസ് മറ്റന്നാളായിരിക്കും, 3-ാമത്തെ ദിവസം. മിക്കവാറും ഇത് 3 വ്ളോഗായിരിക്കും. ഞാൻ ഇത് ഓണസ്റ്റ്ലി പറയട്ടെ, ഞാൻ ഇത് ഫോളോ ചെയ്യണ ഒരാളൊന്നുമല്ല. സോ എനിക്ക് കുറേ തെറ്റൊക്കെ പറ്റും. ആൻഡ് ഇവർക്കൊക്കെ അതറിയാം. സോ ഇവരെനിക്ക് പറഞ്ഞു തന്നു കുറേ അങ്ങനെയൊക്കെ. MotoGP റേസിൽ പങ്കെടുക്കാൻ പോണ ഒരാളാണിത്, രണ്ടാമത്തെ. പക്ഷെ ഞാൻ വന്നപ്പോഴേ കുറച്ച് ബൈക്കുകൾ പ്രതീക്ഷിച്ചു കേട്ടോ. പക്ഷെ അത്രയധികം ബൈക്കുകളൊന്നും കാണാൻ പറ്റിയില്ല. നമ്മുടെ നാട്ടിലുള്ള അത്ര സൂപ്പർ ബൈക്ക് പോലും അവിടെ കാണാൻ പറ്റിയില്ല എന്ന് വേണം പറയാൻ. അതെന്താണെന്ന് എനിക്കറിയില്ല. അവിടുത്തെ ഒരു നല്ല റോഡും പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെ ബൈക്കുകൾ ഇറക്കി അല്ലെങ്കിൽ MotoGP എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ കുറേ വലിയ ബൈക്കുകൾ കൊണ്ടുവരുന്നു. പക്ഷെ അങ്ങനെ കാണാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഷോക്ക് വെച്ചാണ് കുറേ കിടിലൻ ബൈക്കുകളുണ്ട്. അത് നിങ്ങൾ കണ്ടോ? ഇത് സത്യം പറഞ്ഞോടൊരു വൻ പരിപാടി. നിങ്ങൾ കണ്ട ചെറിയ പിള്ളേരൊക്കെ മറ്റേ കസേരയിൽ എഴുതിയിട്ട് ഫാമിലി ആയിട്ടാണ് കാണാൻ വന്നേക്കണേ. നമ്മളൊരു പൂരത്തിന് പോലും നമ്മളങ്ങനെ പിള്ളേരെ കൊണ്ടുപോയി ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അതും ചെവി അടിച്ചു പോണ പരിപാടി അത്, ഈ ബൈക്കുള്ള സൗണ്ടും കാര്യങ്ങളും. പക്ഷെ അവർക്ക് അതൊരു സെലിബ്രേഷൻ പോലെയാണ് അവിടുത്തെ ആൾക്കാർക്ക്. സോ ഇതാണ് അതിൻ്റെ ഒരു ചെറിയൊരു എൻട്രൻസ്. വലിയ ചെക്കിങ്ങും പരിപാടിയൊന്നും ഇല്ല. ഇന്നൊന്നത് മറ്റേ പ്രാക്ടീസും കൂടി ആയതുകൊണ്ട് ജസ്റ്റ് ബാഗിലൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ അവർ വെറുതെ വള്ളി മേടിക്കണ്ടല്ലോ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കും. എയർപോർട്ടിലൊക്കെ പോലെ ചെറിയതായിട്ട്. ഓക്കെ, അതൊക്കെ കൊള്ളായിരുന്നു. ആൻഡ് നല്ല ജനത്തിരക്കാട്ടാ. പ്രാക്ടീസ് ഡേ വലിയ ആൾക്കാരില്ലെങ്കിലും ഇവിടെ ആൾക്കാരെ കണ്ട. ഇത് പ്രാക്ടീസ് ഡേ ഉള്ള തിരക്കാണ്. ഫൈനൽ ഡേ നിങ്ങൾ കണ്ടോ? വൻ സീന. എന്തായാലും വന്നാലേ എന്ന് കണ്ട് ഇവിടുന്ന് ചെറുതായിട്ട് ഈ ഒരു തൊപ്പി ഞാൻ നൈസായിട്ട് വാങ്ങിയിട്ടുണ്ടായി. ആൻഡ് നല്ല വിലയാട്ടാ, അതിലൊരു ഡൗട്ടും ഇല്ല. ഇത് മെർച്ചൻഡൈസാണ്. ഈ എനിക്ക് SK റോസിയുടെ ഒരു മെർച്ചൻഡൈസ്, അങ്ങനെ 46 നമ്പറുള്ള. ആൻഡ് എന്തൊരു ജേഴ്സിയും കൂടി വാങ്ങിയിട്ടുണ്ടായി. പിന്നെ നമ്മൾ ഇവിടെ വന്ന് വാങ്ങുമ്പോൾ ഒരു പ്രത്യേകത എല്ലാം വെച്ചിട്ട് വാങ്ങിയതാണ്. പക്ഷേ 10-15,000 രൂപ ഓൾറെഡി പൊട്ടി. തൊപ്പിയും ഒരു ജേഴ്സി വാങ്ങിയപ്പോൾ തന്നെ. അങ്ങനത്തെ ഒരു ഇതാണോ. ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ മെയിൻലി MotoGP റേസ് നടക്കണതിൻ്റെ കൂടെ ഇവരുടെ ഒരുപാട് ഷോപ്പുകൾ, ബൈക്കുകളായിക്കോട്ടെ, ഇപ്പോൾ ബൈക്കുള്ള സ്യൂട്ട്, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര കിടില ഓഫറിനൊക്കെ ആയിട്ട് ആക്ച്വലി വിൽക്കണം ഇവർ. അതായത് സ്യൂട്ടൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും നല്ല ഓഫറാണ്. ബൂട്ട്, ഹെൽമെറ്റ്, എല്ലാ ബ്രാൻഡും ബൈക്ക് സംബന്ധമായിട്ടുള്ള മിക്ക ബ്രാൻഡുകളും അവിടെ വന്നിട്ട് ഷോപ്പുകൾ ഇട്ടിട്ട് പരിപാടി നടത്തുന്നുണ്ടായിരുന്നു. ഇത് ഏപ്രിലിൻ്റെ ഒരു ചെറിയ സംഭവം. അങ്ങനെ എല്ലാ വണ്ടികളുടെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റേസിന് ഇറക്കണ ടൈപ്പ് ബൈക്കുകളുള്ള ഒരു ഗാലറി പോലെ എല്ലാതെങ്കിലും ഇതുപോലെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാർക്ക് ഒന്ന് ഫോട്ടോ എടുക്കാനും
പരിപാടികൾക്കൊക്കെ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു മോട്ടോ 2 ആണോ മോട്ടോ 3 ആണെങ്കിൽ കുറച്ച് കൺഫ്യൂഷനാണ്. മോട്ടോ 2 ആണെന്ന് തോന്നും. അങ്ങനെ ഇതൊരു ബൈക്കാണ് ഇവിടെ വെച്ചാണ്. അങ്ങനെ ഓരോ ബൈക്കുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോ സെറ്റപ്പായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് വാങ്ങി. സോ ഇത് കുറച്ച് ഹോണ്ട ബൈക്കുകളുടെ ഷോക്കേസ് പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് ഇവിടെ. നമ്മുടെ CBR, RRR, ഫയർ ബ്ലേഡ് എന്നൊക്കെ പറയാം. അങ്ങനത്തെ ആ ബൈക്കുകൾ പരിപാടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നേരിട്ട് കാണാൻ ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ലോഞ്ചായ ശരിക്കും പറഞ്ഞ ഷോറൂമൊക്കെ. പിന്നെ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ഇങ്ങനത്തെ സ്കൂട്ടറുകളാണ്. ആൾക്കാരുടെ കയ്യിൽ നമ്മുടെ നാട്ടിലെ പോലെ അല്ല, എനിക്ക് തോന്നുന്നത് CC കൂടിയ സ്കൂട്ടറുണ്ട്. ഭയങ്കര സൗണ്ടാണ് എല്ലാവരും അതിൽ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എത്തിയേക്കണ കണ്ട നമ്മുടെ യമഹയുടെ മോട്ടോ GPക്ക് യൂസ് ചെയ്യണ ബൈക്ക്. അതായത് എങ്ങനെയായിരിക്കും ആ മോട്ടോ GPക്ക് യൂസ് ചെയ്യണ ബൈക്ക് നമുക്ക് നേരിട്ട് ഇത്ര അടുത്തുനിന്ന് കാണാൻ പറ്റും. അതിൻ്റെ സെറ്റപ്പ് കണ്ടോ നിങ്ങൾ? എന്തരുടെ ബൈക്ക് ഇത് ലോഞ്ച് ചെയ്യണ ടൈമിൽ ബൈക്കിന് എക്സ്ട്രാ സസ്പെൻഷനും പരിപാടിയൊക്കെ ഉണ്ട്. ഇത് ആഡ് ചെയ്താണ് കണ്ടോ നിങ്ങൾ ഓരോ സംഭവങ്ങൾ. ഇത് ഫുൾ കാർബൺ ഫൈബറൊക്കെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ വില ഒരു നല്ല കോടികളായിരിക്കും എന്തായാലും പറയാം. അങ്ങനെ അതിൻ്റെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ബൈക്കിനെ കുറിച്ച് അറിയണ ആൾക്കാർക്ക് അതിൻ്റെ ഒരു രസം ഉണ്ടാവും നേരിട്ട് കാണുമ്പോൾ. കണ്ടോ വണ്ടി ഏതാ വണ്ടി? പ്രാക്ടീസ് ഡേയുടെ തിരക്ക് തന്നെ നിങ്ങൾ കണ്ട. അപ്പോൾ ഫൈനൽ ഡേന് സത്യം പറഞ്ഞാൽ ഇതിൽ കൂടെ നടക്കാൻ പോലും പറ്റില്ല, അത്രയധികം തിരക്കായിരിക്കും. എല്ലാ ആൾക്കാരും ഓരോന്ന് പർച്ചേസ് ചെയ്യുന്നു, വാങ്ങുന്നു. അവിടുന്ന് ഇവിടുന്ന് എല്ലാ ആൾക്കാർ ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർക്ക് ഭയങ്കര കുറവാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ട് കണ്ടില്ല. പക്ഷെ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കൂടുതൽ. പിന്നെ ഇവിടെയുള്ള ആൾക്കാരും കുറേ ഉണ്ട്. ആൻഡ് ലിറ്ററലി ഒരു പൂരം അങ്ങനെ ഒരു സെറ്റപ്പ്. എല്ലാവരും വരുന്നു, എൻജോയ് ചെയ്യുന്നു, പോകുന്നു, പൊളിക്കുന്നു. അതാണ് ഈ വണ്ടിയൊക്കെ കാണണ്ട. ഈ വണ്ടിയൊക്കെ എന്തിനാണ് ചെയ്ത് വെച്ചാണ് സ്കൂട്ടർ എന്നൊക്കെ അറിയില്ല. ഇത് പറയുന്നത് മൊത്തം കാർബൺ ഫൈബറൊക്കെ ആഡ് ചെയ്ത് പണിത് വെച്ചാണ് വണ്ടികളെ മാക്സിമം അപ്ഗ്രേഡ് ചെയ്തിട്ട്. അപ്പോഴാണ് ഇങ്ങേര് മാറിക്കട കുട്ടാത് കാണാന്ന് പറഞ്ഞിട്ട് വേറൊരു ഐറ്റം കൊണ്ട് വന്നേക്കണം. അതിൻ്റെ സ്കെൽറ്റൻ പോലത്തെ എഞ്ചിൻ പോലത്തെ സംഭവമാണ് അപ്പുറത്തിരിക്കണം. റൈറ്റ് സൈഡിൽ നിന്ന് കാണാം. ഇത് നോക്ക് സൗണ്ട്. പുള്ളി എനിക്കൊന്ന് വണ്ടി മോഡിഫൈ ചെയ്യാൻ കൊടുത്തിട്ട് ഇതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നീ അങ്ങ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കൊടുത്ത വണ്ടിയാന്ന് തോന്നുന്നത്. ഫുൾ സെറ്റ്. അത് കഴിഞ്ഞപ്പോൾ ദേ ഇരിക്കണു BMW M1000 RR ഒരു ചാകര. അതും വെറും ഇതല്ല, ഫുൾ പണിത വണ്ടികൾ. ഓൾറെഡി ഈ വണ്ടി കാർബൺ ഫൈബർ ആണ് വരുന്നത് തന്നെ. പക്ഷേ ഈ വണ്ടികൾ പിന്നെയും എന്തൊക്കെ ആഡ് ചെയ്ത് വൻ പൊളി. എന്തൊക്കെ സ്റ്റിക്കറാണ് ചെയ്ത് വെച്ചാണ്. അൾട്ടിമേറ്റ് സാധനം. നമ്മുടെ കേരളത്തിലാകെ വരണുള്ളൂ ആക്ച്വലി വണ്ടി M1000 RR. ആൻഡ് ഇവിടെ വന്നപ്പോഴാണ് ഇത്രയധികം വണ്ടികൾ ഞാൻ നേരിട്ട് കാണുന്നത്. ഒറിജിനൽ വണ്ടി ആദ്യമായിട്ട് ആക്ച്വലി നേരിട്ട് കാണുന്നത്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല, വൻ പണിയാണ് ചെയ്ത് വെച്ചാണ്. അത് ഷോക്ക് പോലും അല്ല, കുറേ പണിതുണ്ട് ഈ വണ്ടിയൊക്കെ. കാണാൻ തന്നെ നല്ല രസമുണ്ട് സത്യം പറഞ്ഞാൽ. നമ്മുടെ നാട്ടിലേക്ക് ഈ വണ്ടി റോഡിലോട്ട് ഇറക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ട്രക്കിൽ വെച്ച് കൊണ്ടുനടക്കേണ്ടി വരും, അത്രയും സീനായിരിക്കും. നമ്മളപ്പോൾ അവിടെ നിന്ന് കുറച്ച് 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ കയറി ചെക്ക് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുത്തേക്കായി, ചെറിയ പ്രൊമോഷൻ. സോ നമ്മുടെ മോട്ടോ GPയുടെ പ്രാക്ടീസ് അവിടെ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. മോട്ടോ 2 ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൻ്റെ സൗണ്ടാണ് കേട്ടോണ്ടിരിക്കണേ. പുറത്ത് നല്ല വെയിലായതുകൊണ്ട് എന്തായാലും ഒരു കണ്ണട വാങ്ങാമെന്ന് വിചാരിച്ചു. ചെറിയൊരു സ്പോർട്സ് കണ്ണട എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഐറ്റം കിട്ടി. എന്തായാലും എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അത് വെച്ച് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തരേ. അതും ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും. സോ അതും സെറ്റാക്കി ഞാൻ. സോ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ ചെയ്തതിൻ്റെ കാരണം ഇതാണ്. ഇപ്പം നിങ്ങൾ കേട്ട സൗണ്ടില്ലേ, അതാണ് എനിക്ക് ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന സൗണ്ട്. അതിൻ്റെ ഇരട്ടി എന്ന് വേണമെങ്കിൽ പറയാം. വീഡിയോയിൽ കുറേ നോയ്സ് കട്ട് ചെയ്തിട്ടായിരിക്കും ബൈക്കിൻ്റെ സൗണ്ട്. അപ്പോൾ ഞാനെന്താ പറയണത് എനിക്ക് പോലും കേൾക്കാൻ പറ്റില്ല, ആ ലെവൽ സൗണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നെങ്കിൽ ഒന്നും കേൾക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്ത ഈ വീഡിയോക്ക്. സോ അങ്ങനെ നമ്മളിവിടെ കയറി വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കുന്ന സ്ഥലത്തോട്ട്. ആൻഡ് ഇവിടെ നിന്ന് വ്യൂ ഒക്കെ കിട്ടില്ല വ്യൂ ആണെന്ന് തോന്നുന്നു. ഈ ഒരു ഏരിയയിൽ ഇതേ ബൈക്കുകൾ പോകും. ഇവിടെ ഇതിന് ഒടുക്കത്ത സൗണ്ടാണ്. നിങ്ങൾക്ക് വിചാരിക്കണ പോലെ ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കണ സൗണ്ട് ഒന്നല്ല അത്. ആൻഡ് ഇത് നമ്മൾ TV കാണുന്ന ഒരു വൈബേ അല്ല, വേറെ ലെവലാണ് നേരിട്ട് ഈ സാധനം കാണാൻ. ആൻഡ് ഞാനും നെക്സംബ്രോയൊക്കെ ഇവിടെ കുറച്ചൊരു സീറ്റ് കിട്ടി. അപ്പോൾ നൈസായിട്ട് അവിടെ ഇരുന്നു. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മളിത് കാണുന്നത്. ഇന്ന് ശരിക്കും തിരക്ക് കുറവാണ്, പ്രാക്ടീസ് ഡേ ആയതുകൊണ്ട്.
ഞാനൊക്കെ ഇങ്ങനെ ഇരിക്കണം നോക്കിയാൽ വേണ്ട എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടറിയാലോ. നമ്മൾ പ്രാക്ടീസ് ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടല്ലോ ചെവി അടിച്ച് പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചെവി അടിച്ച് പോകും, അത്രയും സൗണ്ട് അതിന്. ഇപ്പം എനിക്ക് ഓണ് പോയിക്കൊണ്ടിരിക്കുന്ന മോട്ടോ ജി പി ആണോ, മോട്ടോ ജി പി അല്ല, നമ്മുടെ മോട്ടോ 3 അതായത് 650cc ബൈക്കാന്ന് തോന്നുന്നു. ഇതിൻ്റെ സൗണ്ട് ഏതാണെന്ന് വെച്ചാൽ നൈസാ. ഇനി ലാസ്റ്റ് മെയിൻ ബൈക്കുകൾ ഇറങ്ങും. സോ ഞാൻ കുറേ ക്ലിപ്പുകൾ എടുത്ത് ശരിക്കും വന്നു കഴിഞ്ഞാൽ ആ ഒരു കോർണറിൽ ഇരിക്കണ വ്യൂ ആയിരിക്കും നല്ല അടിപൊളി. കാരണം ആ കോർണറിൽ 1, 2 അങ്ങനെ 3-4 കോർണർ കാണാൻ ആ വ്യൂ ഭയങ്കര അടിപൊളി. ഇപ്പം നമ്മൾ ഇരിക്കാൻ നിൽക്കുന്നതാണ് ശരിക്കും റേസ് സ്റ്റാർട്ട് ചെയ്യുക, ഒഫീഷ്യൽ റേസിൻ്റെ ഡേ. പക്ഷെ അന്ന് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനത്തെ കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ ഡുക്കാട്ടി ഐറ്റംസൊക്കെ ഇറക്കാൻ പോവുകയാണ്. മറ്റേ V4 എൻജിൻസ് മെയിൻ മോട്ടോ ജി പി ബൈക്സൊക്കെ ഇറക്കാൻ പോകാതെ പുറത്തിറക്കി വെച്ചാൽ അവർ കോൾഡ് ചാട്ട് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതല്ല, നമുക്കിവിടെ ഒരു സ്ക്രീനും ഉണ്ട് കേട്ടോ, ലൈവായിട്ട് എല്ലാ ബൈക്കുകളിലും ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇരിക്കണവർക്കും കാണാൻ പറ്റും, അത് എന്തെങ്കിലും ഉണ്ടായാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും നമുക്ക്. അവിടെ നമ്മുടെ V4 എൻജിൻസ് ഓണാക്കി എൻ്റെ സൗണ്ട് ഇവിടെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുക. ഇത്ര നേരം കേട്ട സൗണ്ട് ഒന്നുമല്ല, അതിക്കും മേലെ. അപ്പം എന്തായിരിക്കും എന്നറിയാലോ, എനിക്കറിയാൻ പാടില്ല ഇതിൽ എത്ര സൗണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കേൾക്കാൻ പറ്റുന്നത്. സോ അങ്ങനെ ആ വണ്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവരാണ് ഇപ്പം വരാൻ പോണത്. നിങ്ങൾ കണ്ടോ ഇതിൻ്റെ സൗണ്ട്? സൗണ്ട് പോട്ടെ, വണ്ടി നേരിട്ട് കാണാൻ പോലും പറ്റില്ലേ, അത്രയും സ്പീഡിലാണ് പോണേ. ഇവരൊക്കെ മിക്കവാറും ഒരു 300 ആയിരിക്കും പോകുന്നുണ്ടാവും, 300 മുകളിൽ. അതായത് ഇയർബഡ്സ് ഒന്നും വെക്കാണ്ട് അവിടെ പോയി ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഞങ്ങളത് സത്യം പറഞ്ഞാൽ വെച്ചില്ല, മണ്ടത്തരായിരുന്നു. എൻ്റെ അത് വെക്കാണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ 2 ദിവസം റേസ് കണ്ട് ഇറങ്ങുമ്പോൾ തന്നെ ചെവിയൊക്കെ കേൾക്കണ്ട് എന്താ പറഞ്ഞേ, അങ്ങനെ ഇരിക്കേണ്ടി വരും. ഈ വണ്ടികളുടെ സൗണ്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാറിയില്ല, പക്ഷേ നിങ്ങൾ റിയൽ ലൈഫിൽ കേട്ടാലേ അത് മനസ്സിലാവുള്ളൂ. ഇത് പോകുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റേഡിയം മൊത്തം വരെ തറമ്പലാവും ചെയ്യുക. ഈ ഒരു ഇത് കാണാൻ വന്നിരിക്കുമ്പോഴേ നമുക്ക് ആ തറമ്പൽ ഫീൽ ചെയ്യും. ഒരു വണ്ടി പോകുമ്പോൾ നമുക്ക് അത്രയും ഫീൽ ചെയ്യും. ആ വണ്ടി എന്തോരം ഇത് എടുത്തിട്ടാണ് പോണത്. ഇത് ജസ്റ്റ് പ്രാക്ടീസാണ്. ഫൈനൽ റേസിൻ്റെ അന്ന് നിങ്ങൾ കാണണം, അത് മിസ്സാക്കരുത്. വൻ സീനാ. അങ്ങനെയത് എൻ്റെ ഈ ടി വി നോക്കി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഉണ്ടാവണ ക്രാഷുകളും കാര്യങ്ങളൊക്കെ കാണാൻ കണ്ടത്. ഇതിൻ്റെ ഇടയിൽ എന്താ ക്രാഷൊക്കെ ഉണ്ടാവുന്നുണ്ട് കുറേ പേർക്ക്. പിന്നെ വണ്ടി ഓഫായി പോവുക എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. കണ്ട ഈ ക്രാഷൊക്കെ ലൈവായിട്ട് നമുക്ക് ആ ടി വിയിൽ കാണാൻ പറ്റും. ചില നേരത്ത് ഞങ്ങൾ നേരിട്ടും കുറേ ക്രാഷൊക്കെ കണ്ടു കേട്ടോ റേസിൻ്റെ ഇടയിൽ. ഒരു 300-400 വന്നിട്ട് ഇവിടെ ഒരു ബ്രേക്ക് പിടിച്ചൊരു വല്ലാത്തൊരു പോക്കുണ്ട് എൻ്റെ അപ്പം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കണ്ടു മടുത്തപ്പോൾ നമ്മൾ വേറൊരു ദിക്കിലേക്ക് വന്നിരിച്ചു. അതായത് നമുക്കിവിടെ 5 പ്ലേസുകൾ, 5 കാണാൻ പറ്റണ ഏരിയയിലേക്ക് നമുക്ക്
കയറാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ ടിക്കറ്റ്. ഒരു 10,000 സംതിങ് ആണ് നമ്മുടെ ടിക്കറ്റ്. അത് കോമണാന്ന് തോന്നുന്നു. എല്ലാവർക്കും നമുക്ക് 5 ആ ഒരു പ്ലേസുകളിൽ പോയിരുന്ന് നമുക്ക് കാണാം. അതായത് എല്ലാ ഏരിയയും നമുക്ക് കാണാമെന്ന് റേസ് മനസ്സിലായ. എന്നാലാണല്ലോ ഇല്ലെങ്കിൽ ഒരു ദിക്കിൽ തന്നെ ഇരുന്ന് റേസ് കണ്ട് ചിലപ്പോൾ നമുക്ക് ബോറടിച്ചു എന്ന് വരും. അപ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു ഏരിയ. ആൻഡ് ഇവിടെ കണ്ട അത് നമുക്ക് ഇത്രയും ട്രാക്ക് കാണാം. കണ്ട ആ ഒരു ബൈക്ക് അവിടെ നിന്ന് വന്ന് കുറേ ദൂരം കാണാൻ. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഒരു വേറൊരു സ്ട്രെയിറ്റ് ലൈനുണ്ട്. അത് അപ്പോൾ പിടയ്ക്കണതും കാണാൻ പറ്റും, എല്ലാം കാണാൻ പറ്റും. കുറച്ച് ലോങ് ആയിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു വ്യൂ ഉള്ള ഒരു ഏരിയയിൽ നമ്മൾ വന്നിരുന്നതാണ് ഇപ്പോൾ. എനിക്കറിയില്ല വീഡിയോയിൽ എത്ര സൗണ്ട് ഉണ്ടെന്ന്, പക്ഷേ അക്രമ സൗണ്ടായിട്ട് ഈ വണ്ടിക്ക്. നേരിട്ട് ആ വണ്ടിയുടെ വീഡിയോ ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്, വേറെ കണ്ടത്. ആൻഡ് സൗണ്ട് ഒരു രക്ഷയില്ലടേ വണ്ടിയുടെ. എൻ്റെ അമ്മ എത്ര പേരുടെ ഇവനിത് കാണാൻ. വൻ വൈബ് സ്ഥലം. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങായി. ഇനി ഇവിടുന്ന് ഇറങ്ങി റൂമിൽ കയറിയിട്ടില്ല ഞങ്ങൾ സത്യം പറഞ്ഞാൽ. കാരണം റൂം 2 മണിക്കായിരുന്നു. അതിന് മുന്നേ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. സോ ഇനി എന്താ നോക്കണം. അങ്ങനെ നമ്മൾ പ്രാക്ടീസിൻ്റെ പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞു കേട്ടോ. ആക്ച്വലി തീർന്നു ഒരു പ്രാക്ടീസ് പരിപാടി. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. എല്ലാവരും പോയി. ഇനി വേണം നമുക്ക് റൂമിലൊന്ന് കയറാണ്ട്. എൻ്റെ അമ്മേ, നമ്മൾ വെയിലത്ത് നടന്ന് വയ്യാണ്ടാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വെയിൽ പോലെയൊക്കെ തന്നെ ക്ലൈമറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നുള്ളൂ. പക്ഷെ ചൂട്ട് മറ്റേ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. നമ്മൾ ഈ കണ്ണട കൂടി ഇല്ലെങ്കിൽ നമ്മുടെ കണ്ണൊക്കെ ഭ്രാന്തായിരുന്നു നമുക്കാകെ മനസ്സിലായി. അപ്പം നമ്മൾ ഇനി റൂമിലോട്ട് തിരിച്ചു പോകാൻ പോവുക. ഇത് കണ്ട ഇവിടെ ഇത് കാണാൻ വരുന്ന ആൾക്കാർക്ക് ഏജ് ലിമിറ്റ് ഇല്ല, ഒന്നുമില്ല. കുഞ്ഞേ പിള്ളേർ മറ്റേ ചെയറിൽ ഉന്തിക്കൊണ്ടില്ലേ കുഞ്ഞവരെ വണ്ടിയിൽ, അങ്ങനത്തെ പിള്ളേർ തൊട്ട് ഏജ്ഡായിട്ട് ഈ അമ്മൂമ്മയൊക്കെ നോക്കി എത്ര ഏജ് ഉണ്ട്. ഇവരൊക്കെ ഇത് കാണാൻ വരണമെങ്കിൽ ഇവരെ മൈൻഡ് സെറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അല്ലേ. ഈ മോട്ടോ ജീപ്പ് റേസ് കാണാൻ വന്നേക്കണു ഇവർ ഈ ഏജിൽ. ഇത് ആലോചിച്ച് നോക്ക്. നമ്മുടെ നാട്ടിലാരെങ്കിലും അങ്ങനെ പോകും എനിക്കറിയാൻ പാടില്ലടാ. അത് വല്ലാത്തൊരു ഒരു തന്നെ. അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ കൂടി വന്നേക്കണു ഫാമിലിയായിട്ട്. ആൻഡ് ഇത് ഇവിടെ തന്നെയുള്ളൊരു ബസ് സ്റ്റാൻഡ് പോലത്തെ സെറ്റപ്പാണ്. അതായത് മോട്ടോ ജി പി കാണാൻ വരുന്നവർക്ക് അവിടെ നിന്ന് മോട്ടോ ജി പി വരെ നടന്നു വരാൻ വേണ്ടിയുള്ള എന്താ സെറ്റപ്പും പിന്നെ ടോയ്ലറ്റും പോർട്ടബിൾ ഇതും. അങ്ങനെ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സത്യം പറയാലോ. എന്താ പറയുക, എനിക്ക് ഒന്നും കൂടി ഇനി പോകാൻ ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ പോവും. കാരണം ഞാൻ പോയി വന്നിട്ടാണ് ഈ വോയിസ് ഓവർ ചെയ്യണം. അതുകൊണ്ട് ഞാൻ പറയാം ഇനി ഞാൻ പോവാം അവിടെ. കാരണം അത്രയും വൈബായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മലേഷ്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഇനി നമുക്ക് ക്യാബ് വിളിക്കണം. അതിനൊരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലടേ. അതാണ് അടുത്ത പണി. അങ്ങനെ നമ്മൾ തളർന്ന് അവശനായി നമ്മൾ വെയിലത്ത് ഇവിടെ ഇരിക്കുകയാണ്. വെയിലത്ത് തന്നെ ഇരിക്കാൻ പറ്റില്ല, വേറെ ഒന്നുമില്ല. ക്യാബിൻ്റെ കാര്യം കോമഡിയാണ്. തൃശ്ശൂരിൽ നിന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി എറണാകുളത്ത് വരും. എറണാകുളത്തോട്ട് നമ്മൾ നടന്നു പോകും. എറണാകുളത്ത് എത്തിയാൽ പറയും തൃശ്ശൂർ തന്നെയാണ് വണ്ടിയിൽ നിന്ന്. എന്നിട്ട് അയാൾ ക്യാൻസൽ ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ എനിക്കറിയാൻ പാടില്ല അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാതെ. അങ്ങനെ കുറേ വട്ടം ക്യാൻസലായി നമ്മൾ മടുക്കും. എന്നിട്ട് പിന്നെയും നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഏതെങ്കിലും വണ്ടിയിൽ കയറി പോകും. കുറേ നേരം ഇവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ക്യാബ് ഇനി വരാൻ പോകണം അപ്പുറത്തെ കൂടിയാണ്. സോ നമ്മുടെ കാറ് നമുക്ക് ഇവിടെ കിട്ടാനില്ലേ കാറ്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതിനേക്കാളും ഊബർ കിട്ടുക എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. സോ നമുക്ക് കുറച്ച് ദൂരത്ത് നടന്നു പോകണം. ഇത് ആക്ച്വലി എയർപോർട്ടിൻ്റെ ഏരിയ. ഫുള്ള് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നുണ്ട് ആ സൈഡിലെ എയർപോർട്ട്. അപ്പോൾ അതല്ല ഇവിടുത്തെ ബ്ലോക്ക് ഉണ്ടോ, ഇതെന്താ സംഭവം എന്നറിയാൻ പാടില്ല. സോ ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ മാന്യരായതുകൊണ്ട് ബ്ലോക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത് യൂട്ടേൺ അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വണ്ടികളാണ്. അതും ഇവർ 5-6 കിലോമീറ്റർ ബ്ലോക്കിൽ വെയിറ്റ് ചെയ്യും ഒരു യൂട്ടേൺ എടുക്കാൻ വേണ്ടി. ദൈവമേ എന്തൊരു മനുഷ്യന്മാരാണെന്നറിയാൻ പാടില്ല. നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും കാണാൻ പറ്റില്ല ഈ സംഭവം. അത് ഭയങ്കര അത്ഭുതമാണ്. കാരണം ബാക്കി 2 റോഡ് ഇവർ വിട്ടു കൊടുത്തേക്കുക. എന്നിട്ട് യൂട്ടേൺ അടിക്കാനുള്ളവർ മാത്രമേ അവിടെ നിൽക്കുള്ളൂ. വല്ലാത്തൊരു തന്നെ. സോ മേ ബി മോട്ടോ ജി പി നടക്കണോണ്ടുള്ള ബ്ലോക്കും ആയിരിക്കാം. സോ ലെറ്റ്സ് ഗോ. ഒരു കാറ് കണ്ടത് സൂപ്പർ പോലത്തെ ഒരു കാർ. ഏതാ കാറെന്ന് അറിയണമെങ്കിൽ കമൻറ്റ്. ബസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ കണ്ണട വയ്ക്കണം. അത്രയല്ലോ പരിഷ്കാരിക.
F1 അല്ലേ? F1 15-13 പാസ്വേഡൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. 000 എന്നുള്ളത് ആർക്കും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത നമ്പറെ. ഇതാണ് ഞാൻ പറഞ്ഞ സെൽഫ് ചെക്കൗട്ടിൻ്റെ പരിപാടി. ഇവർ നിങ്ങൾക്ക് മൊബൈലിൽ അയച്ചു തരും 2 മണിയായപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ കീ കണ്ടുപിടിക്കേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ ഒരു ലോക്കർ സെറ്റപ്പ് ഉണ്ട് നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെ. അവിടെ പോയിട്ട് നമ്മൾ സ്വന്തമായിട്ട് അവിടുന്ന് കണ്ടുപിടിക്കണം കീ എവിടെയാണെന്ന്. ഇത് കണ്ട ഞാൻ എൻ്റെ കയ്യിൽ മൊബൈലിലൊരിത് അതിൽ ട്രഷർ ഹണ്ട് പോലത്തെ എന്തോ പരിപാടിയാണ്. ഏരോ കിട്ടി വെച്ചേക്ക് അവിടെ പോയിട്ട് അതെടുക്കുക, അതെടുത്ത് കഴിഞ്ഞ് ഇതെടുക്കുക, മറ്റത് എടുക്കുക, എന്നിട്ട് കീ എടുക്കുക, എന്നിട്ട് കീ കൊണ്ടുപോയിട്ട് ആദ്യക്കില്ലിടുക എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അമ്മേ ഗെയിമൊക്കെ കളിക്കണ പോലെയായിരുന്നു ഞങ്ങൾ റൂമിൻ്റെ കീ കണ്ടുപിടിച്ചത്. മെയിൻ ലോബിയിൽ പോണം. F1 മെയിൻ ലോബി F1 എത്തിയ F1-ലല്ലേ പോണ്ടേ? ഇതിന് 10 നില. ഇത് മറ്റേ ലെവൽ ബൈ ലെവലാണ്. ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ വേറെ മുകളിലേക്ക്. അതെ സത്യം പറഞ്ഞ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കിളിയുടെ കാരണം ഇത് ഞങ്ങളുടെ ലെവൽ 4 എന്തോ ബിൽഡിങ്ങിൻ്റെ ലെവൽ 4 എത്തിയപ്പോൾ ഇവിടെ കാറും ബാക്കി വണ്ടികളൊക്കെ കിടക്കുന്നത്. നമ്മുടെ ഫോർഡ് റാപ്റ്റർ ഇവിടെ കിടക്കണുണ്ടപ്പോൾ ഞാൻ നോക്കാൻ പോയതാ. ഇതെന്ത് തേങ്ങയാന്ന് എനിക്ക് മനസ്സിലാവാൻ പാടില്ല. ഇതെങ്ങനെയാണ് ഈ വണ്ടികൾ ഇവിടെ എത്തിച്ചത്. ഇനിയാണ് ഞങ്ങളുടെ ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. അപ്പോൾ അങ്ങനെ ഒരു വലിയ യുദ്ധത്തിന് ശേഷം ഞങ്ങളുടെ റൂം കണ്ടുപിടിച്ചത് ഇതാണ് റൂം. എന്നിട്ട് റൂം തുറക്കാൻ നോക്കുമ്പോൾ തുറക്കാനും പറ്റില്ല. എന്നിട്ട് വേറെ ഏതൊരു ഇവിടുത്തെ നെയ്ബർ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ റൂമിൽ കയറിയ ഭാഗ്യത്തിന് ഇത് ഇവിടെ വെട്ടാൻ. അപ്പോൾ എന്തായാലും കേസ് പാർട്ട് 2 ആയിട്ട് വരാം. ബൈ.